ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും എത്തിയിരിക്കുകയാണ്. ഇതെൻ്റെ ഹോസ്റ്റലിലെ ചേച്ചിമാരാണ്. അപ്പം ഞങ്ങളുടെ കൂടെ ഉള്ള ഒരു ചേച്ചി വെക്കേറ്റ് ചെയ്ത് പോവുകയാണ്. അന്ന് ഞങ്ങളെല്ലാവരും കൂടെ എടുത്ത വീഡിയോസാണ് ഇതൊക്കെ. കുറേ വീഡിയോസൊക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ചേച്ചി വീട്ടിലേക്ക് പോവുകയാണ്. പിന്നെ ഞാൻ അവിടെ നിന്ന് എനിക്ക് മെഡിക്കൽ എടുക്കാൻ പോകാനുള്ളത് കൊണ്ട് ഞാൻ അവിടെ നിന്ന് പെട്ടെന്ന് ഇറങ്ങി ഒരു ക്യാമ്പിന് വേണ്ടി മെഡിക്കൽ എടുക്കാൻ പോവുകയാണ്. അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി മെഡിക്കലൊക്കെ എടുത്ത് എല്ലാം സെറ്റ് ചെയ്ത് തിരിച്ചു വന്നു. പക്ഷേ എനിക്ക് കോളേജിൽ പോയി പ്രിൻസിപ്പലിൻ്റെ സൈനും ഞങ്ങളുടെ ANOയുടെ സൈനൊക്കെ വാങ്ങണം. കോളേജിലെത്തിയ ശേഷമാണ് അറിയുന്നത് സാർ ഇന്ന് വരത്തില്ല എന്നും പറഞ്ഞ് വിളിച്ചപ്പോൾ പറഞ്ഞു. അങ്ങനെ ഞാൻ പരാജയപ്പെട്ടു ഗൈസ്. ഞാൻ അവസാനം അവിടെ നിന്ന് തിരിച്ചിറങ്ങി. പാളയത്ത് വന്ന് പുതുതായിട്ട് പണിത അമ്പലത്തിൻ്റെ വീഡിയോയൊക്കെ ഞാൻ അങ്ങ് എടുത്തു. പിന്നെ അവിടെ നിന്ന് നേരെ ഹോസ്റ്റലിൽ വന്ന ശേഷമാണ് എൻ്റെ റൂമിൽ ചേച്ചി പറഞ്ഞത് ടെസ്റ്റ് എടുക്കാൻ പോകണം, ചേച്ചിക്ക് ടെസ്റ്റ് കൊണ്ടുവയ്ക്കാൻ പോകണം. അപ്പോൾ ചേച്ചി സാരിയൊക്കെ കൊടുത്തങ്ങ് ഇറങ്ങി. പിന്നെ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് കൊടുക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ കുറേ വീഡിയോസൊക്കെ വീഡിയോ എടുത്തതിൻ്റെ പകരം ഞാൻ ഐസ്ക്രീം കൂടെ അങ്ങ് വാങ്ങിച്ചിട്ട് ഞാനല്ലേ ഐസ്ക്രീം വാങ്ങിച്ച് കുടിച്ച് വീഡിയോ എടുത്തങ്ങ് നടക്കുവാണ്. അത് കഴിഞ്ഞ് പിന്നെ കഴിഞ്ഞ ദിവസം വന്നിട്ട് എനിക്ക് ഡോക്യുമെൻറ്റ്സ് ഒന്നും സെറ്റായി കിട്ടിയില്ല ഗെയ്സ്. അതുകൊണ്ട് ഞാൻ വീണ്ടും പിറ്റേന്ന് വന്നു. ഞാൻ തോറ്റു കൊടുക്കാൻ തയ്യാറായിരുന്നില്ല. അന്ന് വന്നപ്പോഴത്തേക്ക് എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു അവിടെ. NCCയുടെ ഒരു പ്രോഗ്രാം ഉള്ളതുകൊണ്ട് തന്നെ എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. ഇനി ഞങ്ങളുടെ NO വന്ന് എനിക്ക് സൈനിട്ട് കിട്ടിയാൽ മാത്രമേ എനിക്ക് ബറ്റാലിയനെ കൊണ്ട് ഡോക്യുമെൻറ്റ്സ് കൊടുക്കാൻ പറ്റത്തുള്ളൂ. സാറ് വരുന്നത് വരെ ഞങ്ങൾ പിന്നെ കോളേജിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാ നടപ്പ് തുടങ്ങി. അതിനിടയിൽ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും ഞങ്ങളുടെ ക്യാൻറ്റീനിൻ്റെ അടുത്തായിട്ട് ഒരു മരം പൂത്ത് നിൽക്കുന്നതായിട്ട് കണ്ടു. പക്ഷേ കണ്ടപ്പോൾ നല്ല ഭംഗി തോന്നി. അങ്ങനെ ഞങ്ങൾ ബാക്കി എൻ്റെ ഫ്രണ്ട്സിനെയും വിളിച്ചുകൊണ്ട് അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ പോയപ്പോൾ എടുത്ത വീഡിയോസാണ് ഈ കാണുന്നതൊക്കെ. അവിടെ പകുതി എത്തിയ ശേഷം ഫ്രണ്ട്സിൻ്റെ കണ്ണൊക്കെ പൊത്തിക്കൊണ്ട് കാണിച്ചു. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഓരോ വീഡിയോസൊക്കെ എടുത്ത് കോപ്രായങ്ങളൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എല്ലാവരും വീഡിയോസ് എടുക്കുന്നുണ്ടായിരുന്നു. എല്ലാവരും കൊണ്ട് അവിടെ പോയി. പക്ഷേ വിരിഞ്ഞ് നിൽക്കുന്നത് കണ്ട് എല്ലാവർക്കും സൂപ്പറായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കര മനോഹരമായിട്ടായിരുന്നു അത് വിരിഞ്ഞ് നിന്നത്. നേരിട്ട് കാണുമ്പോൾ ഇതിനെക്കാട്ടിയും നല്ല രസമായിരുന്നു, മനോഹരമായിരുന്നു. ക്യാമറ കാണുന്ന കണക്കൊന്നും അല്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും അവിടെ നിന്ന് നേരെ ഇറങ്ങി. എനിക്ക് ബറ്റാലിയനിൽ പോയി ഡോക്യുമെൻറ്റ്സ് ഒക്കെ കൊടുക്കണമല്ലോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് നേരെ ഇറങ്ങി ബറ്റാലിയനിൽ പോകാനായിട്ട് എല്ലാം കണ്ടു കഴിഞ്ഞ് ഇതിൻ്റെ കുറേ വീഡിയോസ് പൂത്തിരിക്കുന്നതിൻ്റെ വീഡിയോസൊക്കെ കുറേ എടുത്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാനായിട്ട് പോയി. അതിൻ്റെ വീഡിയോസൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഇറങ്ങി ബറ്റാലിയനിൽ പോകാനായിട്ട്. എൻ്റെ ഒരു ഫ്രണ്ടും എൻ്റെ കൂടെ ഉണ്ട്. പിന്നെ ബറ്റാലിയനിൽ പോയപ്പോഴത്തേക്ക് അതിന് കൂടുതൽ പണിപാളി. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഫില്ല് ചെയ്ത ഡോക്യുമെൻറ്റ്സ് ആയിരുന്നില്ല, പുതിയ ഡോക്യുമെൻറ്റ്സ് ആയിരുന്നു. പിന്നെ അതിന് വേണ്ടി ഞാൻ അടുത്ത ദിവസം പോകണം. പിന്നെ കോളേജിൽ വന്നിട്ട് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് വീട്ടിൽ പോകാനായിട്ട് ഇറങ്ങി. അങ്ങനെ ഫ്രണ്ട്സ് എല്ലാവരും വീട്ടിലേക്ക് പോയി. ഞാൻ ഹോസ്റ്റലിലേക്ക് വരുന്ന വഴിക്കാണ് എനിക്കിത് കിട്ടുന്നത്. എനിക്കിപ്പോൾ ഓർമ്മ വന്നതെന്ന് വെച്ചാൽ ഞങ്ങൾ 7th or 8th പഠിച്ച ഹിന്ദി ചാപ്റ്റർ പഠിച്ച ഗുൽമോഹർ കാ ജന്മദിൻ എന്ന ചാപ്റ്ററാണ്. അപ്പോൾ അതിൻ്റെ അകത്തു നിന്നുള്ള ആ വർഷത്തിൻ്റെ പൂവാണ്. അപ്പോൾ ഞങ്ങളിത് സ്കൂളിൽ പഠിച്ച ടൈമിൽ നഖമായിട്ടൊക്കെ എടുത്ത് വയ്ക്കുമായിരുന്നു. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് സ്കൂളിലെ ഫ്രണ്ട്സിനെയൊക്കെയാണ് ഓർമ്മ വന്നത്. ഇത് നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താ പറയുന്നതെന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ നിങ്ങളുടെ കുട്ടിക്കാലത്ത് നിങ്ങളിത് നഖമായിട്ടൊക്കെ വെച്ചിട്ടില്ലേ? ഇനി അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഗൈസ്.